ഓക്കെ, നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. സോൾവ് വിത്ത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. സോൾവ് ദി LPP z equal to 200x plus 500y maximum and subject to x plus 2y greater than or equal to 10, 3x plus 4y less than or equal to 24, x greater than or equal to 0, y greater than or equal to 0. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് ദി LPP മാക്സിമം z equal to 200x plus 500y subject to x plus 2y greater than or equal to 10, 3x plus 4y less than or equal to 24, x greater than or equal to 0, y greater than or equal to 0. നമ്മൾ കഴിഞ്ഞ ഒരു മെത്തേഡ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ രണ്ട് സബ്ജക്റ്റിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഒന്നാമത്തെ ആളെടുക്കുക. ഒന്നാമത്തെ ആൾ ആരാ? ആൻസർ നമ്മൾ ചെയ്യാണ്. ഒന്നാമത്തെ ആള് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10, ഒന്നാമത്തെ ആള്. ഇതിൽ നമ്മളൊരു ബോക്സ് വരയ്ക്കുക. ഒന്നാമത്തെ ആൾ ആരാ? എക്സ്. രണ്ടാമത്തെ ആള് y. നമ്മൾ ആദ്യം എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ എക്സിന്റെ ഭാഗം പൊത്തി പിടിച്ച് കഴിഞ്ഞാൽ 2y ഈക്വൽ ടു ആരാ? 10 ആണ്. 2y 10 ആണെങ്കിൽ y ഈക്വൽ ടു ആര് വരും? 10/2. അതായത് ഇവിടെ പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് പോകുമ്പോൾ 10 വരും. 10/2 ദാറ്റ്സ് ഈക്വൽ ടു ആൻസർ എത്രയാണ്? 5. അപ്പം നമുക്ക് എന്ത് കിട്ടി? 5 ആൻസർ കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എത്രയാണ്? എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് വൈൻ്റെ ഭാഗം പൊത്തിപ്പൊടിക്കുക. വൈൻ്റെ ഭാഗം പൊത്തിപ്പൊടിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു ആര് വരും? നേരെ ഒന്നും ചെയ്യാനില്ല, 10. ഓക്കെ, ക്ലിയർ ആയി ആയിരിക്കണേ. ഇതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ ആരാ? 3x പ്ലസ് 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഈക്വൽ ടു ഏതെങ്കിലും ഒരാൾ കേട്ടോ, ഈക്വൽ ടു 24. അതിന് ഒരു ടേബിൾ വരയ്ക്കുക. ടേബിള് എക്സ് വരച്ചു, അതേപോലെ y വരച്ചു. എക്സ് y ഡിഫൈൻ ചെയ്തു. എക്സിന്റെ വാല്യൂ നമ്മൾ ആദ്യം എക്സിന് 0 കൊടുക്കുകയാണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ എക്സിന്റെ ഭാഗം പൊത്തിപ്പിടിക്കുക. അപ്പം എന്ത് വരും? 4y ഈക്വൽ ടു ആര് വരും? 4y ഈക്വൽ ടു 24 ആണ്. അപ്പോൾ y എത്രയാണ്? y ഈക്വൽ ടു 24/4 എന്ന് വരും. നമ്മൾ കാൽക്കുലേറ്റർ ചെയ്താൽ അറിയാം 24/4 എന്താണ്? 6 ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഇട്ടുണ്ട് 6 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 കൊടുക്കുക എന്ന് പറയുന്ന മീനിങ് എന്താ? വൈൻ്റെ ഭാഗം പൊത്തിപ്പിടിക്കുക. വൈൻ്റെ ഭാഗം പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ ആര് വരും? 3x ഈക്വൽ ടു ആരാ? 24 ആണ്. അതായത് 3x ഈക്വൽ ടു 24 വരും. അപ്പോൾ എക്സ് ഈക്വൽ ടു ആരാ? 24/3 വരും. 24/3 എത്രയാണ്? 8 ആണ്. ഓക്കെ, 24. അപ്പോൾ 8 വരും. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ രണ്ട് ഇക്വേഷന് നമ്മൾ ഈക്വൽ ടു എഴുതി, ഒരു ടേബിൾ വരച്ചു, അതിൻ്റെ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടെത്തി. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടെത്തി, അതിൽ നിന്ന് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടെത്തി. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഓക്കെ, ഗ്രാഫ് വരയ്ക്കണം. നമ്മൾ നോക്കി ആദ്യം എക്സും വൈയും വരയ്ക്കുക. എക്സ് ആക്സ് വരച്ചു, വൈ ആക്സ് വരച്ചു. ഓക്കെ, എക്സ് ആക്സും വൈ വരച്ചു. അതുപോലെ തന്നെ നമ്മൾ അടയാളപ്പെടുത്തുക 1 2 3 4 5 6 1 2 3 4 5 6 7. അതേപോലെ മുകൾക്കും 1 2 3 4 5 6 7 8. ഓക്കെ, അതുപോലെ 7 8 അതുപോലെ 0. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ആദ്യം കിട്ടിയ പോയിന്റ് ആരാ? എക്സിന് 0 ആകുമ്പോൾ വൈയിൽ 5. അപ്പോൾ വൈയിൽ 5 അടയാളപ്പെടുത്തി. വൈ 5 ഇതാണ്. ഓക്കെ, അത് അടയാളപ്പെടുത്തി. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എക്സിന് 10.
എക്സിൽ 10 അടയാളപ്പെടുത്തുക. എക്സിൽ 10 എന്ന് പറഞ്ഞാൽ ഇയാളാണ് 9 10. ഓക്കെ, 10 അടയാളപ്പെടുത്തി. ആ രണ്ട് പോയിന്റ് കൂടി ജോയിൻ ചെയ്തുകൊണ്ട് മതി ഒരു ലൈന് വരയ്ക്കുക. ലൈന് വരയ്ക്കുമ്പോൾ എന്തൊരു ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും. ഓക്കെ, ആ ലൈനിൻ്റെ പേര് ആദ്യം തന്നെ എഴുതി വെക്കുക. എന്താ ലൈനിൻ്റെ പേര് ആരാ? എക്സ് പ്ലസ് 2y = 10. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക, ടേബിൾ. ആ ടേബിളിൽ ആദ്യം x0 ആണ്, y ആരാ? 6 ആണ്, y 6. ഓക്കെ, y 6 അടയാളപ്പെടുത്തി. അതുപോലെ എക്സിൽ 8 y 0, എക്സിൽ 8 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. ഓക്കെ, അത് രണ്ടും കൂടി കൂടിക്കൊണ്ട് നമ്മൾ ലൈന് വരയ്ക്കാണ്. ഓക്കെ, ലൈന് വരച്ചു. ആ ഇക്വേഷനും അതായത് ആ ലൈനിൻ്റെ ഇക്വേഷന് പേര് എഴുതുക. എന്താ പേര്? 3x + 4y = ആരാണ്? 24 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഷെയ്ഡിങ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഷെയ്ഡിങ് എന്താ? അതായത് ഇവിടെ രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഏതൊക്കെയാണ്? x + 2y > 10 എന്നാണ്. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ട്. x > 0, y > 0 എന്നുള്ള രണ്ട് കണ്ടീഷൻ ഉണ്ട്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ വരിക? അതായത് ഒന്നാമത്തെ ഇക്വേഷൻ ആരാണ്? x + 2y > 10 എന്നാണ്. അപ്പം നമ്മൾ ഈ എക്സിൻ്റെ 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈൻ്റെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക? ദാറ്റ് ഇംപ്ലൈസ് 0 + 0 > 10 എന്നാ വരിക. ഇതിൻ്റെ അർത്ഥം എന്താ? 0 > 10 എന്നാ. ഇത് തെറ്റല്ലേ? കാരണം 10നേക്കാളും വലുതാണ് ആരെന്ന് പറഞ്ഞത്? 0 എന്ന് പറഞ്ഞത്. അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്? ആ ഇക്വേഷൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നുകൂടി നോക്കുക. ഇവിടെ ഈ ഇക്വേഷൻ്റെ മിനിമം വാല്യൂ ആരൊക്കെയാണ്? x > 0, y > 0 എന്നുള്ള പോയിന്റാണ്. ആ പോയിന്റ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 0 + 0 > 10 എന്നാണ് വരുന്നത്. അതായത് 0 10നേക്കാളും വലുതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഇക്വേഷൻ എന്താണ്? തെറ്റാണ്. ഓക്കെ, തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് വരയ്ക്കുക? ആ ലൈനിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മുകൾ ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യാണ്. ഈ ലൈനിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ഷെയ്ഡ് ചെയ്യണത്. അതിനാണ് നമ്മൾ പേര് എഴുതി വെച്ചത് കേട്ടോ. അതിന് നെയിം എഴുതി വെച്ചത് അതിനാണ്. ഏതാ ലൈന് അടയാളപ്പെടുത്താനാണ്. ആ ലൈനിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്ത് പോവുക. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുക. എന്താണ്? 3x + 4y <= 24 എന്നാണ്. അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 3x + 4y <= 24 എന്നാണ്. അതിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എന്താ വരും? 0 + 0, രണ്ടിന് 0 എടുത്ത 3 × 0 0 + 4 × 0 0, ടോട്ടൽ 0 + 0 <= 24 എന്നാണ്. അതായത് 0 <= 24 എന്നാണ്. ക്ലിയർ അല്ലേ? അതായത് 24നേക്കാളും ചെറുതാണ് ആര്? 0. അത് ക്ലിയർ ആണ്. അതായത് മാറ്റമില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഈ ഇക്വേഷൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ്റെ നേരെ താഴേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഷെയ്ഡ് ചെയ്യേണ്ടത്. അതായത് 0ന്റെ ഭാഗത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഷെയ്ഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ രണ്ടാമത്തെ ലൈൻ ഇയാളാണ്. ഈ ലൈനിൻ്റെ രണ്ടാമത്തെ അതായത് അടിയിൽ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഭാഗം ഏതാ? നമ്മുടെ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഷെയ്ഡും കൂടി കൂട്ടിമുട്ടുന്ന ഭാഗത്തിന് നമ്മൾ എന്താ പറയുക? റീജിയൻ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ റീജിയൻ ഒന്നാമത്തെ റീജിയൻ ഇയാളാണ് അല്ലേ? ഈ ഒരു ഷെയ്ഡിങ് ആണ് നമുക്ക് രണ്ടും കൂടി കൂട്ടിമുട്ടത്. നിങ്ങൾ കളർ പെൻസിൽ കൊണ്ടൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. രണ്ട് ലൈനും കൂടി ഒന്ന് ക്ലിയർ ആക്കി ചെയ്ത് നോക്കുക. ഇപ്പം നമുക്കിവിടെ 3 കോർണർ പോയിന്റാണ് കിട്ടിയിരിക്കുന്നത്. ഏതാ? ഒന്നാമത്തെ കോർണർ പോയിന്റ് ഇയാളാണ്. ഇത് നമുക്ക് എ എന്ന് പേര് വിളിക്കുക. രണ്ടാമത്തെ കോർണർ പോയിന്റ് ഇയാളാണ്. ഇത് നമുക്ക് ബി എന്നുള്ള പേര് വിളിക്കുക. ഇവിടെ ഒരു കോർണർ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഷെയ്ഡിങ് വന്ന 3 കോർണർ പോയിന്റ് എ ബി സി ആണ്. ഓക്കെ, ബാക്കിയുള്ള കോർണർ പോയിന്റ് ഷെയ്ഡിങ്ങിലില്ല. അതുകൊണ്ട് നമ്മൾ ഷെയ്ഡിങ് ചെയ്യുന്ന പോയിന്റുകളിൽ നമ്മൾ എന്ത് ചെയ്യുക? കോർണർ പോയിന്റ് അടയാളപ്പെടുത്തുക. ഓക്കെ, ഇനി നമുക്ക് എൻ്റെ വാല്യൂ വരെ. എൻ്റെ വാല്യൂ എത്രയാണ്? 0.5 നമ്മൾ അടയാളപ്പെടുത്തി വെച്ചതാണ് തൊട്ട് മുന്നേ. 0.5 എന്നുള്ള നമ്മൾ അടയാളപ്പെടുത്തി വെച്ചതുകൊണ്ട് എൻ്റെ പോയിന്റ് അതാണ് 0.5 ആണ്. ബീൻ്റെ വാല്യൂ നമുക്കറിയാം. ബീൻ്റെ വാല്യൂ ആരാ? 0.6 ആണ്. നമ്മൾ തൊട്ട് മുന്നേ അല്ലെങ്കിൽ ഗ്രാഫ് വരച്ചപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയാണ് 0.6 എന്നുള്ളത്. ഇനി നമുക്ക് സി എന്നുള്ള പോയിന്റ് കിട്ടണം. സി എന്നുള്ള പോയിന്റ് കിട്ടാൻ നമ്മൾ നേരത്തെ മെത്തേഡ് ഉപയോഗിക്കുക. ഈ രണ്ട് ലൈനും കൂടി തട്ടുന്നത് എവിടെയാണ്? ഈ പോയിന്റിലാണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റ് കൂടി തട്ടുമ്പോൾ ഇതെവിടെ? ഈക്വൽ ടു ആവുന്നുണ്ട്. അതായത് ഈ രണ്ട് ഇക്വേഷനും ഒന്നുകൂടി എടുത്ത് എഴുതുക. നോക്കുമ്പോൾ ഇക്വേഷൻ ആരാണ്? ഇക്വേഷൻ ഇതാണ്. x + 2y = 10 ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ആരാ? 3x + 4y = 24. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ
നോക്കുക, ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. ഇത് രണ്ടും എന്തല്ല? ഈക്വൽ അല്ല. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ അല്ല. രണ്ടാമത്തെ നോക്കുക, ഇവിടെ 2 ആണ്, ഇവിടെ എത്രയാണ്? 4 ആണ്. ഇത് എന്തല്ല? ഈക്വൽ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഈക്വൽ ആക്കുക. ഇവിടെ ഈക്വൽ ആക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യാം. അതിന് കാരണം എന്താ? അപ്പോൾ ഇവിടെ എക്സ് എന്താവും? 3 ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് ഈ ഒന്നാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യുക? 2 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താവും? 4 ആവും. കാരണം നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ്റെ കൂടെയുള്ള ആളെന്താക്കണം? ഒരുപോലെ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ 2 ആണ്. അപ്പോൾ 2 × 2 ആണ് ആര് വരിക? 4 വരിക. അപ്പോൾ നമ്മൾ ആ 4ന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2x പ്ലസ് 2 × 2 ആണ്. 2 × 2 എത്രയാണ്? 4y ഈക്വൽ ടു എത്ര വരും? 2 × 10 ആണ്. 2 × 10 എത്രയാണ്? 20. അറിയില്ല, കാൽക്കുലേറ്റർ ചെയ്താൽ മതി. അറിയാത്തവർ ഒരു 2 കൊണ്ട് ഇവിടെയും 2 കൊടുക്കുക, ഇവിടെയും 2 കൊടുക്കുക, ഇവിടെയും 2 കൊടുക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് ഇക്വേഷൻ നമ്പർ 3 എഴുതുക. ഇനി ഇപ്പോൾ ഈക്വൽ ആയല്ലോ. ഇവിടെ 4y ആണ്, ഇവിടെയും 4y ആണ്, ഈക്വൽ ആയി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഏറ്റവും വലുത് ആരാ നോക്കുക? ഇതാണോ ഇയാൾ വലുത്? അതായത് റൈറ്റ് സൈഡിൽ ആരാ വലുത് നോക്കുക? ഇവിടെ 24 ആണ്, ഇവിടെ എത്രയാണ്? 20 ആണ്. ആ രണ്ട് ഇക്വേഷനോട് എടുത്ത് ചെയ്ത് ഒന്നും കൂടി. ഏതൊക്കെയാണ് ഇക്വേഷൻ? വലുതാണ് ആദ്യം എഴുതുക. ഏതാ ഇക്വേഷന്? 3x പ്ലസ് 4y ഈക്വൽ ടു 24 ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ ആരാ? നമുക്ക് വലുത് ഇക്വേഷന് 2x പ്ലസ് 4y ഈക്വൽ ടു 20 ആണ്. ഓക്കെ, ഒരു ലൈൻ വരയ്ക്കും. നമ്മൾ നോക്കുക, നേരത്തെ അതേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വൈൻ്റെ കൂടെ ഉള്ള ആൾ 4, ഇവിടെയും വൈൻ്റെ കൂടെ ഉള്ള ആൾ 4. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ സൈൻ എന്താ? പ്ലസ് ആണ്. ഇവിടെയും പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടും പ്ലസ് ആണ്, ഒരേ നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? മൈനസ്. ഓക്കെ, അതായത് രണ്ടും ഒരേ നമ്പർ അതുപോലെ ഒരേ സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൈനസ് ചെയ്യേണ്ടത്. ആ മൈനസ് ചെയ്യുമ്പോൾ നോക്കുക, 24 20 കുറച്ച് എത്ര? 4. ഓക്കെ, നെക്സ്റ്റ് 4y 4y കുറച്ചാൽ എത്ര? 0. ഒരേ നമ്പറിൽ നിന്ന് ഒരേ നമ്പർ കുറച്ച് 0 പ്ലസ് 3x 2x കുറക്കുക. 3 2 കുറച്ചാൽ എത്ര? 1x, അതായത് എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര? ദാറ്റ് ഇംപ്ലൈസ് എക്സിൻ്റെ വാല്യൂ 4 കിട്ടും. ഓക്കെ, എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 4 കിട്ടും. ഈ എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ മൂന്നാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടമാണ്. ഏത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഫ്രം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 4 പ്ലസ് 2 × y ഈക്വൽ ടു 10 വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 4 എന്ത് ചെയ്താൽ റൈറ്റ് സൈഡിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 2y ഈക്വൽ ടു ആര് വരും? 2y ഈക്വൽ ടു 10 - 4 എന്ന് വരും. 10 - 4ൻ്റെ ആൻസർ എത്രയാണ്? 6 ആണ്. അതായത് 2y ഈക്വൽ ടു 6 ആണ്. അപ്പോൾ y എത്ര? y ഈക്വൽ ടു 6/2. 6/2 എന്ന് പറഞ്ഞാണെങ്കിൽ 3. ഓക്കെ, അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കിട്ടി. ഏതൊക്കെയാണ്? 4ഉം 3ഉം. അപ്പോൾ ഈ സി എന്നുള്ള പോയിന്റ് ആരാണ്? സി എന്നുള്ള പോയിന്റ് 4. ആദ്യം എക്സ് എഴുതണം കേട്ടോ. ആദ്യം എക്സ് ആണ് എഴുതുക, പിന്നെയാണ് വൈ എഴുതപ്പോഴും. അപ്പോൾ 4 3. അപ്പോൾ നമ്മുടെ പോയിന്റ് ഏതൊക്കെ കിട്ടി? നമുക്ക് 3 പോയിന്റാണ്. കോർണർ പോയിന്റ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് 0 5, രണ്ടാമത്തെ പോയിന്റ് 0 6, മൂന്നാമത്തെ പോയിന്റ് 4 3. അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യുക? സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ടേബിൾ വരക്കും. ഏതൊക്കെ ടേബിൾ? ആ ടേബിളാണ് ഇങ്ങനെ ടേബിൾ വരക്കും നമ്മൾ. അങ്ങനെ വരച്ച ശേഷം ആദ്യം നമ്മൾ ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ എന്താ ചെയ്യുക? പോയിന്റ്. അറിയാലോ, നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലം ചെയ്തത് പോയിന്റ് എഴുതും. രണ്ടാമത്തെ നമ്മൾ എന്താ? സെഡ്. നമ്മളെ സെഡ് ആരാണ്? 200x. സെഡ് ഈസ് ഈക്വൽ 200x പ്ലസ് 500y. 500y എന്ന് എഴുതും. ഓക്കെ, ഇതാണ് നമ്മളെ പോയിന്റും അതുപോലെ സെഡും എഴുതും. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 3 പോയിന്റ്, നമ്മുടെ 3 കോർണർ പോയിന്റാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നാമത്തെ കോർണർ പോയിന്റ് എ എന്നുള്ള പോയിന്റ് ആരാണ്? A 0 5. A ഈക്വൽ ടു 0 5. രണ്ടാമത്തെ കോർണർ പോയിന്റ് ആരാ? 0 6. B എന്ന് പറഞ്ഞത് ആരാണ്? 0 6. മൂന്നാമത്തെ കോർണർ പോയിന്റ് ആരാ? 4 3. C എന്നുള്ളത് 4 3. അടുത്ത് നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ പോയിന്റുകൾ, അതായത് ഈ എക്സിൻ്റെ വൈൻ്റെ പോയിന്റ് ഈ സെഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? സെഡ് ഈക്വൽ ടു എഴുതണില്ല, അതായത് 200 × 0 പ്ലസ്
500 ഇൻറ്റു 5, അതായത് ഇതിൻ്റെ ആൻസർ 0, കാരണം 200 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0, പിന്നെ 500 ഇൻറ്റു 5 ദാറ്റ്സ് ഈക്വൽ ടു 2500. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ വാല്യൂ. രണ്ടാമത്തെ വാല്യൂ നോക്കുക. നമ്മൾ ഒന്നാമത്തേൻ്റെ സെറ്റിൻ്റെ ആൻസർ 0 കൊടുക്കുക, അതായത് എക്സിൻ്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ 200 ഇൻറ്റു 0 പ്ലസ് അടുത്തത് 500 ഇൻറ്റു 6, 500 ഇൻറ്റു 6 ദാറ്റ്സ് ഈക്വൽ ടു 3000 വരും. ഓക്കെ, 3000 ആൻസർ കിട്ടും. ഇനി മൂന്നാമത്തെ പോയിന്റ് വരാ 4-3 ആണ്. 4-3 ആകുമ്പോൾ 200 ഇൻറ്റു 4, 200 ഇൻറ്റു 4 പ്ലസ് 500 ഇൻറ്റു 3 ദാറ്റ്സ് ഈക്വൽ ടു 4 200 800. ഓക്കെ, പ്ലസ് 5 ഇൻറ്റു 3 15, അതായത് 1500. ടോട്ടൽ ആൻസർ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റർ ചെയ്ത് നോക്കട്ടോ. ജസ്റ്റ് സിമ്പിളാണ്. ആദ്യം ഇത് ചെയ്യുക പ്ലസ് പിന്നെ ഇത് ചെയ്യുക, വേറെ സിമ്പിളൊന്നും. അപ്പോൾ അത് വരും 2300. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിൽ മാക്സിമം വാല്യൂ കാണാനാണ് അല്ലേ. ദ സോൾവ് ദ LPP Z equal to 200x plus 500y മാക്സിമം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ടേബിളിൽ ഏറ്റവും മാക്സിമം വരുന്ന ആരാ? മാക്സിമം വരുന്നത് 3000 ആണ് അല്ലേ. ഇവിടെ 2500, ഇവിടെ 3000 ഉണ്ട്, ഇവിടെ 2300 ആണ്. അപ്പോൾ ഏറ്റവും മാക്സിമം വരുന്ന ആരാണ്? 3000 ആണ്. ആ പോയിന്റ് ചെയ്ത്, അതായത് മാക്സിമം വാല്യൂ എടുത്ത് ചെയ്ത് നിങ്ങൾ ദ മാക്സിമം വാല്യൂ ഈസ് എത്രയാണ്? 3000 ആൻഡ് അറ്റ് ദി പോയിന്റ് ആരാ? 0.6. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിലെ 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കാണ് ക്വസ്റ്റ്യന് ചോദിക്കല്. അപ്പോൾ നിങ്ങൾ സിമ്പിളാണ് ഈ പ്രോബ്ലംസ് എന്നുള്ളത്. നമുക്ക് ഈ 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് എന്താവണം? എന്തായാലും കിട്ടണം. അതിനു വേണ്ടി നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ 2 പ്രോബ്ലങ്ങൾ ചെയ്തു. ഇനി മൂന്നാമത്തെ പ്രോബ്ലം ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രോബ്ലം ഇതാണ്: സോൾവ് LPP ബൈ ഗ്രാഫിക്കലി. മിനിമമാണ്, മിനിമം കാണാനാണ് പ്രോബ്ലം ഉള്ളത് കേട്ടോ. മിനിമം Z ഈക്വൽ ടു 3x plus 4y, 3x plus 4y subject to x plus 2y, x plus 2y less than or equal to 8. അതുപോലെ തന്നെ നെക്സ്റ്റ് 3x plus 2y less than or equal to 12. x greater than or equal to 0, y greater than or equal to 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ബൈ ഗ്രാഫിക്കലി ആണ് LPP സോൾവ് ചെയ്യാനുള്ളത്. മിനിമൈസ് Z ഈക്വൽ ടു 3x plus 4y സബ്ജക്റ്റ് ടു x plus 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അതുപോലെ 3x plus 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. മിനിമമാണ് കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ നോക്കുകയാണ്. ആദ്യം ക്വസ്റ്റ്യൻ മിനിമൈസ് ആണ്. അതുപോലെ സബ്ജക്റ്റ് 2 കണ്ടീഷൻ ഉണ്ട്: x plus 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8, അതുപോലെ 3x plus 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തു. ഏതാ ഒന്നാമത്തെ ഇക്വേഷൻ? x plus 2y ഈക്വൽ ടു 8. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ടേബിൾ വരക്കും. ആ ടേബിൾ എങ്ങനെ വരയ്ക്കാം? ടേബിൾ വരയ്ക്കേണ്ടത് ആദ്യം എക്സും വൈ നമ്മൾ അടയാളപ്പെടുത്തുക. എക്സ് അടയാളപ്പെടുത്തി, പിന്നെ നമ്മൾ വൈ അടയാളപ്പെടുത്തി. ആദ്യം എക്സിൻ്റെ ഭാഗം 0 കൊടുക്കുക. എക്സിൻ്റെ ഭാഗം 0 കൊടുക്കുമ്പോൾ ആ ഭാഗം പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 2y ഈക്വൽ ടു ആര് വരും? 2y ഈക്വൽ ടു 8 എന്ന് വരും. അപ്പോൾ y എത്രയാണ്? y ഈക്വൽ ടു ഈ 2നെ റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ 8/2. 8/2 എന്ന് പറഞ്ഞാൽ എത്ര? 4 അല്ലേ. അപ്പോൾ നമുക്ക് 4 ആൻസർ വരും ഇവിടെ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് നമ്മൾ വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 കൊടുക്കുമ്പോൾ വൈൻ്റെ ഭാഗം പൊത്തിപ്പിടിക്കുക. അപ്പോൾ ആൻസർ എന്ത് വരും? x ഈക്വൽ ടു 8. അപ്പോൾ 8 കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ ആരാ? രണ്ടാമത്തെ ഇക്വേഷൻ 3x plus 2y ഈക്വൽ ടു 12 ആണ്. നമ്മൾ ടേബിൾ വരയ്ക്കുക. ടേബിൾ എക്സ് വൈ അടയാളപ്പെടുത്തി, വൈ അടയാളപ്പെടുത്തി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൽ? ആദ്യം എക്സിൻ്റെ വാല്യൂ കൊടുത്തു, എക്സിന് 0 കൊടുത്തു. അപ്പോൾ എന്ത് വരും? എക്സിന് 0 കൊടുത്താൽ ഈ ഭാഗം പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ 2y ഈക്വൽ ടു 12.
ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു എത്ര? y ഈക്വൽ ടു 12/2, ദാറ്റ്സ് ഈക്വൽ ടു 6. അപ്പോൾ 6 ആൻസറായി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 3x ഈക്വൽ ടു ആര് വരും? 12 വരും. അപ്പോൾ എന്ത് വരും? x ഈക്വൽ ടു ആര് വരും? 12/3 വരും. 12/3 വന്ന ആൻസർ എത്ര വരും? 4. അപ്പോൾ നമ്മളെ 4 ആൻസറായി. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നോക്കുക. ഓക്കെ, ആദ്യം നമ്മൾ അടയാളപ്പെടുത്തുക 1 2 3 4 5 6 7 8. അതേപോലെ വൈയിലും 1 2 3 4 5 6 7 8. ഓക്കെ, എക്സിനും വൈയിലും നമ്മൾ എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തുക. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് എന്ത്? നമ്മളെ വൈ ആക്സിസ് എന്നുള്ളത്. നമുക്ക് എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ട്? 4 പോയിന്റ് ഏതൊക്കെയാണ്? ഒന്ന് 0 4, എക്സിൽ 0, വൈയിലാണ് 4, വൈയിൽ 4 അടയാളപ്പെടുത്തുക. ഓക്കെ, നെക്സ്റ്റ് 8 0, എക്സിലാണ് 8, വൈയിലാണ് 0, അപ്പോൾ 8 ഇവിടെ അടയാളപ്പെടുത്തി. ആ 2 പോയിന്റ് കൂടി ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലൈന് വരച്ചു. ഓക്കെ, അതിൻ്റെ പേര് ഇതിൻ്റെ പേരെന്താ? ഈ ലൈനിൻ്റെ പേരെന്താ? അതായത് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത ഇക്വേഷനിൽ 0 6 ആണ്. നമ്മൾ എക്സിൽ 0 എടുത്തു, വൈയിൽ 6, വൈയിൽ 6 എന്ന് പറയുകയാണ് ഈ പോയിന്റാണ്, വൈയിൽ 6. ഓക്കെ, നെക്സ്റ്റോ അടുത്തത് 4 0 ഏതാ? എക്സിൽ 4 ആണ്, വൈയിലാണ് 0. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ കേട്ടോ വായിക്കേണ്ടത്. 0 6 ഇങ്ങോട്ടാണ് വായിക്കേണ്ടത്, ഒരിക്കലും ഇങ്ങനെ വായിക്കരുത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് 4 0 എന്നുള്ള പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി. പിന്നെ അടുത്ത് 0 6 അടയാളപ്പെടുത്തി, അതുപോലെ 4 0 അടയാളപ്പെടുത്തി. ആ 2 പോയിന്റ് കൂടി കൂട്ടിമുട്ടി ഒരു ലൈൻ വരച്ചു. ഈ ലൈനിൻ്റെ പേര് നമ്മൾ എഴുതി വെക്കുക. എന്താ ലൈനിൻ്റെ പേര്? 3x പ്ലസ് 2y ഈക്വൽ ടു 12. ഓക്കെ, ഇനി അടുത്ത നമ്മളെന്താ? ഷെയ്ഡിങ് ആണ്. ഷെയ്ഡിങ്ങിൽ 2 ഇക്വേഷൻ ഏതൊക്കെയാണ്? എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്നും, അതുപോലെ 3x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്നും. നിങ്ങൾ നേരെ 0 കൊടുത്തു നോക്കുക. അപ്പോൾ എന്ത് വരും? ഒന്നാമത്തെ ഇക്വേഷൻ 0 കൊടുത്താൽ 0 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ക്ലിയർ ആണ് അല്ലേ? ഇത് ട്രൂ അല്ലേ? കാരണം 8നേക്കാളും ചെറുതാണ് ആര്? 0 എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ക്ലിയർ ആയി. അതായത് അപ്പോൾ എങ്ങോട്ടാണ് വരക്കേണ്ടത്? ഷെയ്ഡ് ചെയ്യേണ്ടത് 0ന്റെ ഭാഗത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ 0ന്റെ ഭാഗത്ത്, ഒന്നാമത്തെ ഇക്വേഷൻ ഇയാളാണ്, അതിന് 0ന്റെ ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അധികം ബ്ലാക്കും ബ്ലൂ എന്നുള്ള 2 പെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഇത് കിട്ടും, എങ്ങനെയാണ് ഷെയ്ഡിങ് വരുന്നത് എന്നുള്ളത് കേട്ടോ. അല്ലെങ്കിൽ പെൻസിലോണ്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ അതിൻ്റെ ഐഡിയ കിട്ടും. ഓക്കെ, ഒന്നാമത്തെ ലൈൻ 0ന്റെ ഭാഗത്തേക്ക് ക്ലിയർ ആണ്, ഷെയ്ഡ് ചെയ്തു. രണ്ടാമത്തത് നോക്കുക, എന്താണ്? 3x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. അതിന് നമ്മൾ 0 എടുത്ത് നോക്കുക. അപ്പോൾ 0 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12, അതും ട്രൂ ആണ് അല്ലെ? 12നേക്കാളും ചെറുതാണ് നമ്മളെ 0 എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ലൈനിൻ്റെ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ ക്രോസ് ആയിട്ട് കിട്ടുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും നമുക്ക്. ഓക്കെ, ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 കൂടി കൂട്ടിമുട്ടുന്ന ഭാഗം ഏതാ വരുന്നത്? നമ്മളെ ഈ ഒരു റീജിയൻ ആണ്. ഓക്കെ, 4 കോർണർ ആണ്. ഈ 4 കോർണർ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ പോയിന്റ് എ, രണ്ടാമത്തെ പോയിന്റ് ബി, മൂന്നാമത്തെ പോയിന്റ് സി എന്നുള്ള പോയിന്റ്. ഓക്കെ, നമ്മൾ എൻ്റെ പോയിന്റ് അറിയാം, ബി എന്നുള്ള പോയിന്റ് അറിയാം, ഡി എന്നുള്ള പോയിന്റ് അറിയാം, സി എന്നുള്ള പോയിന്റ് അറിയില്ല. എ എന്നുള്ള പോയിന്റ് ആരാ? 0 0 ആണ്. ബി എന്നുള്ള പോയിന്റ് ആരാ? ബി എന്നുള്ള പോയിന്റ് 4 0 4 ആണ്. അതുപോലെ ഡി എന്നുള്ള പോയിന്റ് ആരാ? ഡി എന്നുള്ള പോയിന്റ് 4 0 ആണ്. ഓക്കെ, നമുക്ക് സി എന്നുള്ള പോയിന്റ് കിട്ടണം. സി എന്നുള്ള പോയിന്റ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? സോൾവ് ചെയ്യുക. ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്യുക. എങ്ങനെ സോൾവ് ചെയ്യുക? നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാണ്? എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 ഒന്നാമത്തെ ഇക്വേഷന്. രണ്ടാമത്തെ ഇക്വേഷനോ? 3x പ്ലസ് 2y ഈക്വൽ ടു 12. ഓക്കെ, ഒരു കാര്യം നോക്കുക, ഇതിൽ എക്സുകൾ തമ്മിൽ നോക്കുക. ഇവിടെ എക്സിൻ്റെ കൂടെ ആരാ? 1, ഇവിടെ എക്സിൻ്റെ കൂടെ ആരാ? 3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വൈൻ്റെ കൂടെ ആരാ? 2 ആണ്. ഇതിൻ്റെ കൂടെ വൈൻ്റെ കൂടെ ആരാ? 2 ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മളെന്താ? വൈൻ്റെ കൂടെ ഉള്ള ആൾ ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മൾ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട. ഓക്കെ, ഇതിൻ്റെ നോക്കുക, ഇവിടെ വൈൻ്റെ കൂടെ ആരാണ്?
2 ആണ്, ഇവിടെയും വൈൻ്റെ കൂടാതെ 2 ആണ്. ഇത് രണ്ട് ഈക്വൽ ആണ്. ഇനി നമ്മൾ പ്രത്യേകിച്ച് ഒരു നമ്പർ കൊണ്ട് എന്ത് ചെയ്യണ്ട, മൾട്ടിപ്ലൈ ചെയ്യേണ്ട. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഒരു മൾട്ടിപ്ലൈ ചെയ്തു. അതിൻ്റെ കാരണം എന്ത് ചെയ്യുന്നു, ഈ ഒന്നെങ്കിൽ വൈൻ്റെ കൂടെയുള്ള ആൾ എന്തല്ല, ഈക്വൽ അല്ല. പക്ഷെ ഇവിടെ തന്ന ക്വസ്റ്റ്യൻ ഇയാൾ എന്താണ്, ഈക്വൽ ആണ്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഇത് ഏറ്റവും വലുതുള്ള ആൾ ആദ്യം എഴുതുക. ഇതിൽ ഏറ്റവും വലുത് ആരാ, 12 ആണ്. അപ്പോൾ ആ ഈക്വേഷൻ നമ്മൾ ആദ്യം എഴുതുമ്പോൾ എന്ത് വരും, 3x + 2y = 12. ഓക്കെ, രണ്ടാമത്തെ എന്ത് വരും, x + 2y = 8. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെ സൈൻ എന്താ, സെയിമാ അല്ലേ, ഒന്ന് പ്ലസ് ആണ് ഒന്ന് പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, മൈനസ്. ഓക്കെ, ഇനി രണ്ടും മൈനസ് ആണെങ്കിലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. അത് നമ്മൾ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ രണ്ടും പ്ലസ് ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്തു. മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും, 12 8 കുറച്ചാൽ 4. ഓക്കെ, പിന്നെ 2y കുറച്ചാൽ 0 പ്ലസ് ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ്, കുറച്ച് കഴിഞ്ഞാൽ 2x. അതായത് 2x = ആര് വരും, 4 വരും. 2x = 4 ആണെങ്കിൽ x ആരാ, 4/2. നമുക്കറിയാലോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 2 ഉണ്ട്, അത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്താണ്, ഹരണാവും. ദാറ്റ്സ് ഈക്വൽ ആൻസർ തരും 2. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഒന്നെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ളതിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നാമത്തെ ഇക്വേഷനിലാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും, 2 + 2 + 2y = ആരാ, 8 ആണ്. 2 + 2y = ആരാ, 8 ആണ്. അപ്പോൾ ഇത് 2 എന്നുള്ളത് റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും. അതായത് 2y = ആരാ, 8 - 2 ദാറ്റ്സ് ഈക്വൽ ടു 6. ഓക്കെ, അതായത് 2y = ആര് വരും, 6 വരും. 2y = 6. ദാറ്റ് ഇംപ്ലൈസ് നമ്മൾ എന്ത് ചെയ്യും, ദാറ്റ് ഇംപ്ലൈസ് y = തരും, y = 6/2. 6/2 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സിൻ്റെയും കിട്ടി, വൈൻ്റെ വാല്യൂ കിട്ടി. ആ എക്സിൻ്റെയും വൈൻ്റെ വാല്യൂ ഇവിടെ സി എന്നുള്ള പോയിന്റിലാണ് പെടുന്നത്. എന്താണ് ആദ്യം എക്സ് ചെയ്താണ്, എക്സ് ആരാണ്, 2, വൈ ആരാ, 3. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, നമ്മൾ എന്ത് ചെയ്യും, ഒരു ടേബിൾ വരക്കും. ടേബിൾ നോക്കുക. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ ടേബിൾ. രണ്ടാമത്തതോ z = ആരാ, 3x + 4y ആണ്. 3x + 4y ഇവിടെ നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യത്തെ പോയിന്റ് 0 0, രണ്ടാമത്തെ പോയിന്റ് 4 0 0 4, മൂന്നാമത്തെ പോയിന്റ് 4 0, നാലാമത്തെ പോയിന്റ് 2 3. ഓക്കെ, ഈ പോയിന്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിന് 0 വൈക്ക് 0, എക്സിന് 0 വൈക്ക് 0 കൊടുത്താൽ എന്ത് വരും, z = 0. രണ്ട് 0 ആണല്ലോ. ഓക്കെ, അപ്പോൾ z = എന്ത് വരും, 0. ഇനി അങ്ങനെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ എക്സിലെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അതായത് 3 × 0 + 4 × 0 നേരെ കാൽക്കുലേറ്റർ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, 0. നെക്സ്റ്റ് അടുത്ത് ഇവിടെ ഇതേപോലെ തന്നെ z = എന്ത് വരും, ഈ ഇക്വേഷനിൽ നേരെ കാൽക്കുലേറ്ററിൽ നമ്മൾ 3 × 0 0 + 4 × 4 ദാറ്റ്സ് ഈക്വൽ ടു 16 16. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്ത് ചെയ്യും, സെറ്റിന് കൊടുക്കുക. സെറ്റിന് കൊടുക്കുമ്പോൾ എന്ത് വരും, ആദ്യം എക്സിനാണ് 4 കൊടുക്കുന്നത്. അപ്പോൾ 3 × 4 12, 4 × 0 0. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് 2 3 ആണ്. ലാസ്റ്റ് പോയിന്റ് 2 3 നമ്മളെ സി എന്നുള്ള പോയിന്റ് ആണ്. z = എന്ത് വരും, ആദ്യം എക്സിന് സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പോൾ 3 × 2 6 പ്ലസ് നെക്സ്റ്റ് ഇവിടെ 3 കൊടുക്കുക, വൈക്ക് 3 കൊടുക്കുക. അപ്പോൾ വരും 4 × 3 12. ഓക്കെ, അതായത് 18 വരും. നിങ്ങളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്, മിനിമം z = ആണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ടേബിളിലേക്ക് നോക്കുക. എന്താ മിനിമം ടേബിളിലാണ് 0 ആണ് അല്ലേ. നമ്മളിതിൽ ഏറ്റവും മിനിമം ആരാ, 0 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ therefore ലാസ്റ്റ് കൺക്ലൂഷൻ ആണ് മിനിമം z = എത്രയാണ്, 0 അറ്റ് ഏത് പോയിന്റാ, 0 0 എന്നുള്ള പോയിന്റിൽ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളെ ടെക്സ്റ്റ് പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 18 16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ജസ്റ്റ് ഇതേപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും,
എക്സസൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 6 മാർക്കാണ് നമ്മളെ ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ പേപ്പറിൽ നിന്ന് അല്ലെങ്കിൽ ചാപ്റ്റർ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 6 മാർക്ക് എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, വാങ്ങണം. അങ്ങനെ വാങ്ങിയാൽ നമുക്ക് എന്ത് ബാക്കി 18 മാർക്ക് നോക്കിയാൽ മതി. 24-ലാണെങ്കിൽ ബാക്കി എന്താ പറയുക 18 മാർക്ക് നോക്കിയാൽ മതി. അതായത് ഈ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓരോ സ്റ്റെപ്പ് മെത്തേഡുകളും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.